Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 2. ഓൾറെഡി നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ള. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും സബ്ജക്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. എന്നാ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അസസ്മെന്റ് ഓഫ് കമ്പനിയുടെ ടാക്സബിൾ ഇൻകം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് വരാറ്. സോ ടാക്സബിൾ ഇൻകം ഓഫ് കമ്പനി നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇതാണ് SAക്ക് റിപ്പീറ്റ് ആയിട്ട് വരാറ് പ്രോബ്ലം. ഓക്കെ, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ 4 SAയിൽ ഒരു തിയറിയും 3 പ്രോബ്ലം ആണ് വരാറ്. അതിൽ ചില പ്രാവശ്യം 2 SA അസസ്മെന്റ് ഓഫ് കമ്പനി എന്ന് പറയുന്ന ആ ഒരു സെയിം ചാപ്റ്ററിൽ തന്നെ വരും. അതെങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ടാക്സബിൾ ഇൻകം ഓഫ് കമ്പനി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ഇത്, പിന്നെ ആ ഒരു ചാപ്റ്ററിൽ തന്നെ ടോണേറ്റ് ടാക്സേഷൻ ഉണ്ട്, അതിൻ്റെയും പ്രോബ്ലം ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ സെയിം ചാപ്റ്ററിൽ തന്നെ 2 പ്രോബ്ലം വരാറുണ്ട്. ഇതാണ് നെക്സ്റ്റ് ടോണേജ്. അത് വളരെ ഈസിയാണ് ആ പ്രോബ്ലം കേട്ടോ. ടോണേജ് ടാക്സേഷൻ കമ്പനിയുടെയാണ്. നിർബന്ധമായും ആ പ്രോബ്ലം പഠിക്കുക. ആ സെയിം ചാപ്റ്ററിലുള്ളതാണ്, ഏറ്റവും അവസാനം കാണാൻ സാധിക്കും. അതിൻ്റെ പ്രോബ്ലവും നമുക്ക് വരാറുണ്ട്. അപ്പോൾ സെയിം ചാപ്റ്ററിൽ തന്നെ 2 SA വരെ വന്നിട്ടുള്ള ചരിത്രമുണ്ട്. അപ്പോൾ സെയിം ചാപ്റ്ററിൽ തന്നെ വരും. ഓക്കെ, അപ്പോൾ ടാക്സബിൾ ഇൻകം ഓഫ് കമ്പനി നമുക്ക് 4 SAയിൽ ഒരെണ്ണം എന്തായാലും പ്രതീക്ഷിക്കാം. ദെൻ കമ്പനിയിൽ തന്നെ ടോണേറ്റ് ടാക്സേഷൻ, അതിൻ്റെ പ്രോബ്ലവും പ്രതീക്ഷിക്കാം. നിർബന്ധമായും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫേമിൻ്റെ ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം വരാറുണ്ട്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഓഫ് ദ ഫേം, അതും നമുക്ക് പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ കമ്പനിയിൽ 2 ടോപ്പിക് ഉണ്ട് SAക്ക് സ്കോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ ടാക്സബിൾ ഇൻകം ഓഫ് ഫേമും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് തിയറി ആയിട്ട് 4 എണ്ണത്തിൽ ഒരെണ്ണം വരാറുണ്ട്. ആ തിയറി വരുന്നത് മിക്ക പേപ്പറിലും ടാക്സ് പ്ലാനിങ് ഇൻ റിലേഷൻ ടു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, അത് ചാപ്റ്റർ നമ്പർ 6ൽ ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് തിയറി ഉണ്ട്. മേക്ക് ഓർ ബൈ ഡിസിഷൻ, അതുപോലെ തന്നെ ഓൺ ഓർ ലീസ്, ഷട്ട് ഡൗൺ, പിന്നെ അതിൽ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ കേസസ്, ഡിവിഡൻഡ്. അപ്പോൾ ചില സമയത്ത് 2-3 ഐറ്റംസ് മിക്സ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കാറുണ്ട്, റിപ്പയർ. അപ്പോൾ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ്? വാട്ട് ആർ ദി ഫാക്ടേഴ്സ്? അതിൽ ഓൺ ഓർ ലീസ് ഒക്കെ സെപ്പറേറ്റ് എടുത്ത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഫാക്ടേഴ്സ്, അതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം. വാട്ട് ഫാക്ടേഴ്സ് വുഡ് കീപ്പ് ഇൻ മൈൻഡ് വൈൽ പ്ലാനിങ് with regard to on or lease of an asset. So ഇത് ഒരു പ്രാവശ്യം തിയറിക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് ചാപ്റ്റർ നമ്പർ 6ലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഓൺ ഓർ ലീസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അതിൽ
ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു മറ്റേതെങ്കിലും കാര്യങ്ങൾ എടുത്ത് ചോദിക്കാം. ടാക്സ് പ്ലാനിങ് നമുക്ക് ആ ഒരു സെയിം ചാപ്റ്ററിൽ തന്നെ ഒരുപാട് തിയറി ഏരിയാസ് കാണാൻ സാധിക്കും. ഇപ്പോൾ മേക്ക് ഓർ ബൈ മിക്സ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുക. അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ കേസസ് ഉണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഡിവിഡൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ജസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ 1-2 കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് പറയല. ഡിവിഡൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ 2-3 കാര്യങ്ങൾ ഒരുമിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ റിപ്പയറിൻ്റെ കേസില്ലേ, റീപ്ലേസ് ഓർ റിപ്പയർ, അത് റിപ്പയർ ഓർ റീപ്ലേസ്. അങ്ങനെ ആ ഒരു ചാപ്റ്ററിലത്തെ ചാപ്റ്റർ നമ്പർ 6 കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ തിയറിക്ക് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ടോപ്പിക്ക്. ചാപ്റ്റർ നമ്പർ 6 നിന്ന് തിയറി ചോദ്യം ഒരെണ്ണമാണ് കണ്ടുവരാറ്. ഒരുപാട് തിയറി ഉണ്ട്. മേക്ക് ഓർ ബൈ, ഷട്ട് ഡൗൺ, അതുപോലെ തന്നെ ഓൺ ഓർ ലീസ്, റിപ്പയർ ഓർ റീപ്ലേസ്. പിന്നെ അതിന് ലാസ്റ്റ് ഏരിയയിലോട്ട് പോകുമ്പോൾ ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടാക്സ് പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങൾ തിയറി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചാപ്റ്റർ നമ്പർ 7 ലാസ്റ്റ് ചാപ്റ്ററിൽ വളരെ ഈസി ആയിട്ടുള്ള തിയറി ചോദ്യം ഒരെണ്ണം ഉണ്ട്. അത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാം. ലൊക്കേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അതൊരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വായിച്ചാൽ തന്നെ കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. കുറച്ച് പോയിന്റ്സ് നോക്കേണ്ട കാര്യമുള്ളൂ. ആ സെയിം ചാപ്റ്ററിൽ തന്നെയാണ് ചിലപ്പോൾ നമുക്ക് മറ്റൊരു പ്രോബ്ലം കൂടി വരാം. ബട്ട് ഞാൻ ലാസ്റ്റ് ചാപ്റ്ററിലത്തെ പ്രോബ്ലം നിങ്ങളെ എക്സാമിന് എഴുതാൻ പ്രോബ്ലം അറ്റൻഡ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഒരു ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ടാക്സബിൾ ഇൻകം ഓഫ് കമ്പനി, അതുപോലെ തന്നെ ടോണൈറ്റ് ടാക്സേഷൻ, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഓഫ് ദി ഫേം, ഇതൊക്കെ ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നേരെ മറിച്ച് ചാപ്റ്റർ നമ്പർ 7 പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് മോഡ് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ അഡീഷണൽ സജഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആൻസർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഇതുവരെ പറഞ്ഞ ഏരിയാസിലത്തെ പ്രോബ്ലംസ് ആണ്. ചാപ്റ്റർ നമ്പർ 7 ലാസ്റ്റ് ചാപ്റ്ററിലത്തെ പ്രോബ്ലം അറ്റൻഡ് ചെയ്യുമ്പോൾ മാർക്ക് പോകാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്, ടൈമും. അപ്പോൾ എന്നാലും ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന തിയറി ഉണ്ട്. അത് വളരെ ഈസിയാണ്. ജസ്റ്റ് പോയിന്റുകൾ നോക്കിയാൽ മതി. അത് ഇതാണ്. ടാക്സ് പ്ലാനിങ് സ്റ്റാർട്ടിങ്ങിലാണ് കാണാം. ടാക്സ് പ്ലാനിങ് ഇൻ റിലേഷൻ ടു setting up of a new business in relation to location. സ്റ്റാർട്ടിങ്ങിൽ കാണാൻ സാധിക്കും ലൊക്കേഷൻ. അതുപോലെ തന്നെ അതിൽ തന്നെ നേച്ചർ ഉണ്ട്. ലൊക്കേഷൻ ആൻഡ് നേച്ചർ ഓഫ് എ ബിസിനസ്. അത് നിങ്ങൾക്ക് നോക്കാം. എസ്പെഷ്യലി ലൊക്കേഷനാണ് കൂടുതൽ അവിടെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ നമ്പർ 7 തിയറി പോർഷൻ നമുക്കിത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പെഷ്യൽ ഇക്കണോമിക്സ് ആണ്. ഇത്രയേ ഉള്ളൂ. അത് നോക്കാൻ അധികം സമയമില്ല. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏരിയ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പിടിക്കുക. ബാക്കിയുള്ള അപ്പോൾ 4 എസ്സേയിൽ നമുക്ക് 3 എണ്ണം എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും കിട്ടും. ഒരൊറ്റ എസ്സേ മാത്രമാണ് ചാപ്റ്റർ നമ്പർ 7 നിന്ന് വരാറ്. അത് പ്രോബ്ലമോ തിയറിയോ വരാറുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം എന്ന് പറയുന്നത് അറ്റൻഡ് ചെയ്യുന്നേക്കാൾ 2 എണ്ണമല്ലേ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതെന്തായാലും നമുക്ക് ആദ്യത്തെ 6 എണ്ണത്തിൽ നിന്ന് കിട്ടും. അത് നിങ്ങളെ മാർക്ക് കൂടുതൽ കിട്ടാൻ കമ്പനിയുടെ പ്രോബ്ലം, അതുപോലെ തന്നെ ഫേമിൻ്റെ പ്രോബ്ലം ഒക്കെ വന്നാൽ അത് ചെയ്യുക. പിന്നെ തിയറി നിങ്ങൾക്ക് പിടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ചാപ്റ്റർ നമ്പർ 6 തിയറി വരാം, ഏതെങ്കിലും ഒരെണ്ണം വരാം. അതുപോലെ തന്നെ ചാപ്റ്റർ നമ്പർ 7 ഈ തിയറി വരാം. ഇതല്ലാണ്ട് ഇൻഡയറക്റ്റ് മോഡിൽ ചില സമയത്ത് തിയറി വരാറുണ്ട്. അത് കോമൺ ഒരു തിയറി ചോദ്യമാണ്. ടാക്സ് മാനേജ്മെന്റ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ടാക്സ് മാനേജ്മെന്റ്. ബട്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ ആൻസർ ചെയ്താൽ സ്കോർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കുട്ടികൾക്ക് പലപ്പോഴും. ഈസ് എസെൻഷ്യൽ
tax management is essential, then tax planning is desirable. ഇതൊക്കെ വേണം എന്നുള്ളതാണല്ലോ. ആൻഡ് ടാക്സ് ഇവേഷൻ, ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഇവേഷൻ ഈസ് ഒബ്ജക്ഷണബിൾ. ഇത് ശരിക്കും നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? തേർഡ് സെമസ്റ്ററിലാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുന്നത്. ബട്ട് അങ്ങനെ ഒരു ചോദ്യം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താ ചോദ്യം? ടാക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ്, എന്തായാലും വേണം. ഇത് തേർഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട്. ടാക്സ് പ്ലാനിങ് ഡിസൈറബിൾ ആണ്, ആവശ്യം ഉള്ള മറ്റൊരു കാര്യം. ടാക്സ് ഇവേഷൻ ഒബ്ജക്ഷണബിൾ ആണ്, അല്ലെ? ടാക്സ് അവോയ്ഡൻസ് ആണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സപ്പോർട്ട് ചെയ്യുള്ളൂ. ടാക്സ് ഇവേഷൻ എന്ന് പറയുമ്പോൾ ഇല്ലീഗലാണ്, ഒബ്ജക്ഷണബിൾ ആണ്. ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് എക്സ്പ്ലെയിൻ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എവിടെയും പഠിച്ചിട്ടുള്ളത്? തേർഡ് സെമസ്റ്ററിലാണ് പഠിച്ചിട്ടുള്ളത്. ബട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയണം. ഓക്കെ, ഈ മറ്റൊരു സജഷൻ കൂടി തരാനുള്ളത്, ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു പ്രോബ്ലം വരാണെങ്കിൽ ഒരു സജഷൻ, അങ്ങനത്തെ ഒരു പ്രോബ്ലം ആണ് സാധാരണ വരാ. ക്വസ്റ്റ്യൻ പ്രോബ്ലം വന്നിട്ട് സജസ്റ്റ് വെദർ, ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള അവര് ദേ ഷുഡ്, ഒരു ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. ദേ ഷുഡ് ഫോം എ പാർട്ട്ണർ. രണ്ട് ഫോമിൽ ഏത് ഫോമാണ് ബെസ്റ്റ് എന്നുള്ള ചോദിക്കലാണ്. പാർട്ട്ണർഷിപ്പ് ഫേം ഓർ എ പ്രൈവറ്റ് കമ്പനി. അങ്ങനെ ഒരു സജഷൻ, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമുക്കതിൽ ഏതാണ് ബെസ്റ്റ് സജഷൻ എന്നുള്ളത് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം ആണ് സാധാരണ കണ്ടുവരാറ് ചാപ്റ്റർ നമ്പർ 7 നിന്ന്, ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്. ബട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുക നിങ്ങൾ ബാക്കിയുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 എണ്ണത്തിൽ 2 essay നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ കംഫർട്ടബിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന essay എന്ന് പറയുന്നത് നിസ്സംശയം പറയാം കമ്പനിയാണ്. അതിൽ ഈ 2 ടോപ്പിക്കും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന, ടാക്സബിൾ ഇൻകം ഓഫ് കമ്പനിയും ടോണേജ് ടാക്സേഷൻ വന്നാൽ അതും, പിന്നെ ടാക്സബിൾ ഇൻകം ഓഫ് ഫേം വരാണെങ്കിൽ അതും. പിന്നെ തിയറിയുടെ ഭാഗത്തിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു തിയറി ഉണ്ടാവും. അത് ചാപ്റ്റർ നമ്പർ 6 ഒരു തിയറി 7 നിന്ന് വരുന്നുണ്ടെങ്കിൽ ഈ 6 തിയറി എന്ന് പറയുന്നത് മേക്ക് ഓർ ബൈ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഡിവിഡൻഡ് റീപ്ലേസ്മെന്റ്, ഓൺ ഓർ ലീസ്, അതൊക്കെയാണ്. ചാപ്റ്റർ നമ്പർ 7 നിന്ന് ലൊക്കേഷൻ ഓർ നേച്ചർ ഓഫ് ബിസിനസിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടാക്സ് പ്ലാനിങ്, അതിന്റെ തിയറി. ഒരു പ്രാവശ്യം തേർഡ് സെമസ്റ്ററിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇങ്ങനെ ഒരു കോമൺ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ടാക്സ് മാനേജ്മെന്റ് ഈസ് എസെൻഷ്യൽ, ടാക്സ് പ്ലാനിങ് ഈസ് ഡിസൈറബിൾ ആൻഡ് ടാക്സ് ഇവേഷൻ ഈസ് ഒബ്ജക്ഷണബിൾ. അതിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ദെൻ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നൊരു പ്രോബ്ലം, അതിനും ഉള്ള സ്കോപ്പ് ഉണ്ട്. ബട്ട് അത് അറ്റൻഡ് ചെയ്യാൻ ഞാൻ പറയില്ല, കാരണം ഹൈ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് ആദ്യത്തെ ടോപ്പിക്സിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എസ്സേക്ക് ഷുവറായിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജും 3 വെയിറ്റേജ് ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.